നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഹിറ്റായിട്ട് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന പലരും വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു 200 കാറുകൾ സങ്കല്പിക്കുക. അതിൽ നിന്ന് ഒരാൾ ഏറ്റവും നല്ല 30 വാല്യൂ ഫോർ മണി കാറുകൾ, അതായത് വാഹന നിർമ്മാതാവ് ഇട്ട വിലയേക്കാൾ കൂടുതൽ മൂല്യമുള്ള കാറുകൾ സെലക്ട് ചെയ്ത് കാണിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടാവും? സ്വാഭാവികമായും നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും അത്. ഷെയർ മാർക്കറ്റിലും ഇതേപോലെ ചില സമയത്ത് മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ കിട്ടാറുണ്ട്. ഇത്തരം ഓഹരികളെ തിരഞ്ഞുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിലവിൽ ഇത്തരത്തിൽ വിലക്കുറവിൽ കിട്ടുന്ന നല്ല ഓഹരികൾ ഏതാണെന്ന് നമുക്ക് സ്വന്തമായി മാർക്കറ്റിൽ സമയം മെനക്കെടുത്ത് നോക്കി കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിക്ഷേപിക്കാവുന്ന തരത്തിൽ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന പേരിൽ ബജാജ് ലൈഫ് ഒരു പുതിയ NF അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനും നിക്ഷേപിക്കണോ വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാനും ഒക്കെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക. അതായത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം. 30 അണ്ടർ വാല്യൂഡ് കമ്പനികളിലേക്കാണ് ഇതിലൂടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം പോകുന്നത്. ഈ ഫണ്ടിൻ്റെ ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 27.8% റിട്ടേണും കഴിഞ്ഞ 7 വർഷത്തിൽ 25.7% റിട്ടേണും നൽകിയിട്ടുണ്ട്. ഈ NFOയുടെ NAV വെറും 10 രൂപയാണ്. ഇതിനോടൊപ്പം നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന് 120 ഇരട്ടി വലിയൊരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. പ്രവാസികളായ ആളുകൾ പ്രതിമാസം 18,000 രൂപയ്ക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം 2 കോടി രൂപ വരെയുള്ള റിട്ടേൺ സാധ്യതയും പറയുന്നുണ്ട്. ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 27 അതായത് ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപം ആരംഭിക്കാനുമുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു മഹീന്ദ്ര 7XO ഓണറിനാണ്. അതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കട്ട മഹീന്ദ്ര ഫാനാണ്. മഹീന്ദ്രയുടെ വാഹനങ്ങൾ മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മഹീന്ദ്ര എത്ര ഇഷ്ടപ്പെടാൻ കാരണം, എന്തുകൊണ്ട് 7XOയിലേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഹായ് സർ, പേര് ആഷ്ലി കൊറിയ. എന്ത് ചെയ്യുന്നു? ഞാനൊരു US കമ്പനിയിലെ സെയിൽസ് മാനേജറാണ്, കേരള തമിഴ്നാട്. ഓ ശരി, US കമ്പനിയുടെ കേരള തമിഴ്നാട് നോക്കുന്നു. എന്ത് തരം കമ്പനി? ഞങ്ങൾ ഡയഗ്നോസ്റ്റിക്സ് ആണ്. ലൈക്ക് നമ്മൾ HbA1c ടെസ്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ബയറാഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ ഞങ്ങളാണ് ടെസ്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ 22 years ആയി കമ്പനിയിൽ. അപ്പോൾ ട്രാവലിംഗ് ഉണ്ട്. ബാംഗ്ലൂർ ആയിരുന്നു 10 years. അപ്പോൾ 500 സ്റ്റാർട്ട് ചെയ്തു. ഡീസലായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വന്നപ്പോൾ വരുന്നു 700. അതിൽ കുറേ ഫീച്ചേഴ്സ് കവറായി. പിന്നെ 4 കൊല്ലം ഓടിച്ചപ്പോൾ അടുത്ത ഫീച്ചേഴ്സ് വരുന്നു. അങ്ങനെ ഇപ്പോൾ 11 years ആയിട്ട് ഞാൻ മഹീന്ദ്ര യൂസ് ചെയ്തിട്ടുണ്ട്. 500, 700, now 7XO. ഈ എപ്പോഴും എല്ലാവരും ഇപ്പോൾ നമ്മൾ മാരുതി ഉപയോഗിക്കുന്നവർ പറയും ഇനിയിപ്പോൾ അടുത്ത വണ്ടി എടുക്കുമ്പോൾ വേറൊരു ബ്രാൻഡ് എടുക്കണം എന്നാണല്ലോ എല്ലാവരും കരുതുന്നത്. എന്തുകൊണ്ടാണ് ഇത് മഹീന്ദ്ര തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്താണ്? ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ പവർ. കാരണം സാധാരണ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 7 hours എത്താറുണ്ട് അതിൽ. പിന്നെ ട്രാവലിംഗ് ആ ഡീസലിൻ്റെ ഒരു ഇത് പെട്രോളിൽ കവറായി. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്രോളിലേക്ക് മാറിയത്. ഇതും പെട്രോൾ തന്നെ. ഈവൺ ഐ ഡിഡ്ന്റ് ഗോ ഫോർ ഇലക്ട്രിക്. പെട്രോൾ തന്നെ ഒരു സ്മൂത്ത് റൈഡിങ് കംഫർട്ട്. ഫീച്ചേഴ്സ് ഓഫ് കോഴ്സ് ഈ ഡാവഞ്ചി സസ്പെൻഷൻ ഒക്കെ കണ്ടപ്പോൾ ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ് എനിവർ. അല്ല, ഈ പറഞ്ഞ പോലെ തോന്നിയോ ശരിക്കും ഡാവഞ്ചി സസ്പെൻഷൻ കമ്പനി? ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. അങ്ങനത്തെ കുറച്ച് റോഡ്സിലൊക്കെ ഓടിയാണ്. കാരണം ഇപ്പം നമ്പർ കിട്ടി, ഇന്നിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഇപ്പം മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും വേൾഡ് ക്ലാസ് ആണ്, സത്യമാണ്. പക്ഷേ ഈ 500 അല്ലെങ്കിൽ 500 ഒക്കെ വന്ന സമയത്ത് പല പ്രശ്നങ്ങളും വണ്ടികളെ പറ്റി കേട്ടിട്ടുണ്ട്. അത്ര എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വന്നിട്ടില്ല. മേ ബി ലക്കി ആയിരിക്കാം. അപ്പോൾ 500 ഉണ്ടായിരുന്ന കുറേ ഫീച്ചേഴ്സാണ്. ഡാഷ്ബോർഡിൽ ചെറിയ ഒരു സ്ക്രീനും. അപ്പോൾ അത് മറ്റേതിൽ വന്നപ്പോൾ അങ്ങനെ കുറേ ഇവരുടെ ബെസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് അവർ യൂട്യൂബിൽ സാറിനെ പോലെയുള്ളവരൊക്കെ വിളിച്ച് അന്ന് August 15th അവിടെ ഒരു ഇത് ചെയ്തത്. അപ്പോൾ അതിനൊരു പിന്നെ ബാക്ക് ടു ബാക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വീഡിയോസിനും ഓരോ ഫീച്ചേഴ്സാണ് വരുന്നത്. സോ അപ്പോൾ മറ്റേ 500 എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ളതിലാണ് പോയത്. പക്ഷേ ഈ വീഡിയോസൊക്കെ നിങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ വീഡിയോയും ഓരോ പുതിയ കാര്യങ്ങളായിരുന്നു അറിഞ്ഞത്. സോ ഞാനൊരു 2-3 മാസം ഈ പല വീഡിയോസ് എടുത്തിട്ടാണ് പിന്നെ ഇതിലേക്ക് മാറാനുള്ള ഒരു തീരുമാനിച്ചത് അല്ലേ? അപ്പോൾ ഈ 3 വണ്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് തന്നെ ഒരു ബട്ടറി എഫക്റ്റ് ആണ് ഓടിക്കുമ്പോൾ. അതാണ് ശരിയാ. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഫാമിലി ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ പുറകിലുള്ളവർക്കും സ്ക്രീൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ്. അപ്പോൾ അത് ഞാൻ ഫിറ്റ് ചെയ്തു. അതൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ് ലോങ് ഒരെണ്ണം ബാംഗ്ലൂർ പോകുന്നുണ്ട്. സോ അപ്പം അറിയാം കറക്റ്റ്. എത്ര രൂപ ചെയ്തോണ്ടോട്?
ഓൾമോസ്റ്റ് 30 ആയി. 30. ഈ 30 ലാക്സിന് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കാം. അങ്ങനെ ചിന്തിച്ചില്ല? ഞാനിത് തന്നെ പോവാൻ ഞാൻ പറഞ്ഞില്ല, ഒരു XUV എന്നുള്ളൊരു ബ്രാൻഡിനോടുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ച വാഹനങ്ങളിൽ വിറ്റിട്ട് റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ട് മഹീന്ദ്രയുടെ ഇത്രയും കാലം ഉപയോഗിച്ച വാഹനങ്ങൾ? കുറവാണല്ലേ? അത് എന്താണെന്നറിയില്ല. ആദ്യത്തേല് ഇപ്പം ഇതിൽ ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത റേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ChatGPT-യിലൊക്കെ കയറി നോക്കി എത്ര എല്ലാ ഫീച്ചേഴ്സും വെച്ചിട്ട് ഒരു റേറ്റ് പറയുന്നുണ്ട്. പക്ഷേ ഇത് സിംഗിൾ യൂസ് ആണ്, ഞാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ റീസെല്ലേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ തരുന്ന റേറ്റ് അത്രയും വരുന്നില്ല. അപ്പം ഞാനിപ്പോൾ വണ്ടി ഇട്ടിരിക്കുകയാണ്, നോക്കാം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ChatGPT കയറി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് ഫോട്ടോ അടക്കം ഒരു വാട്സപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്, നോക്കാം. അപ്പോൾ ഈ ഇത്രയധികം ഓട്ടോ ഉള്ള ആൾ എന്തുകൊണ്ടാണ് ഡീസലിൽ നിന്ന് പെട്രോളിലേക്ക് മാറിയത്? പെട്രോൾ ആ സ്മൂത്ത്നെസ് ഉണ്ട്. പക്ഷെ മഹീന്ദ്രയുടെ ഡീസലും എനിക്ക് തോന്നുന്നു അങ്ങേയറ്റം റിഫൈൻഡ് അല്ലേ? ആണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടയർഡ്നെസ് ലാസ്റ്റ് എത്തുമ്പോൾ പക്ഷേ പെട്രോളിലേക്ക് മാറിയിട്ട് എനിക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാറില്ലായിരുന്നു. ഇത്ര ഓടിച്ച് വരുമ്പോൾ നമുക്ക് അത്രയും അതുകൊണ്ടായിരിക്കാം മേ ബി എൻ്റെ ഒരു അനുഭവമാണ്. ഈ മൈലേജ് എങ്ങനെയുണ്ട്, നോക്കിയോ? ഏകദേശം ഇല്ല, ഇതിന്റെ നോക്കാറായിട്ടില്ല. എത്ര കിട്ടുന്നുണ്ടായിരുന്നു? 700 10 മാക്സ് 11 ഒക്കെ കിട്ടുമ്പോൾ കൈയൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഈ ഇത്രയും ഹൈറ്റ് ഉള്ളതാണോ ഈ മഹീന്ദ്രയുടെ ഇത്തരത്തിലുള്ള വണ്ടികളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഒരു കാരണം? ആദ്യം സ്റ്റാർട്ടിങ് വാഗണർ ആയിരുന്നു, അതിലെനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. 2 വാഗണർ 5 കൊല്ലം യൂസ് ചെയ്തു. പിന്നെയാണ് 500ലേക്ക് മാറിയത്. കാരണം ഞാൻ എൻ്റെ സെയിൽസ് ആയതുകൊണ്ട് ട്രാവലിംഗ് ആണ് മെയിൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു കംഫർട്ട് നോക്കി. പിന്നെ ഇത് US കമ്പനിയാണ്, നമുക്കിത് അഫോർഡ് ചെയ്യാനൊക്കെ പറ്റും. പെട്രോൾ അലവൻസ് ഉണ്ട് കിലോമീറ്റർ. സോ അതുകൊണ്ടാണ് പെട്രോൾ എടുക്കാനുള്ള ഒരു കാരണം. ഇപ്പോൾ പേഴ്സണൽ യൂസിലായിരുന്നെങ്കിൽ മേ ബി അവിടെ ടേക്കൺ എ ഡിഫറെൻറ്റ് ഡിസിഷൻ. ഇപ്പോൾ മഹീന്ദ്രയുടെ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 500 തുടങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഓരോ ജനറേഷൻ വണ്ടികൾ ഓടിക്കുമ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത് മഹീന്ദ്രയുടെ? അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതിനെ ഞാൻ ആദ്യം പറഞ്ഞേ, നമ്മൾ ഈ ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിലും നോക്കുമ്പോൾ അടുത്ത വണ്ടിയിൽ അത് വന്നു. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ആണ്, ഓക്കെ അത് ട്രൈ ചെയ്യാം. പിന്നെ അതിലുണ്ടായിരുന്ന ഡ്രോബാക്സ് ഇപ്പൊ ഇതിൽ വന്നു. ദെൻ അപ്പോൾ തന്നെ അത് ചോദിച്ചു, ബുക്ക് ചെയ്തു. പക്ഷെ ബുക്കിംഗ് ടൈം ഓഫ് കോഴ്സ് അത് ഒരു 6 മാസം എടുത്തു എനിക്ക്. അവസാനം ഞാൻ മഹീന്ദ്രയിലൊക്കെ വിളിച്ച് ഭയങ്കര ഇതൊക്കെ ആക്കി. പിന്നെ ഞാനത് ഇനി ഇവിടത്തെ കിട്ടാനുള്ള കുഴപ്പമാണെന്ന് വെച്ചാൽ ഓട്ടോമാനിലും അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു. 2 സ്ഥലത്തും ബുക്ക് ചെയ്തു, 2 പേരെടുത്തും പ്രഷർ ഇടാൻ. അവസാനം ആദ്യം തരും, അവർക്ക് ഞാനിത് എടുക്കാന്നുള്ളതിൽ. ബട്ട് വയലായിട്ടാണ് എനിക്ക് ലാസ്റ്റ് 11 years നോ പ്രോബ്ലം. അപ്പോൾ ഇപ്പം മഹീന്ദ്രയുടെ ഏറ്റവും നല്ല റേഞ്ചുള്ള ഇലക്ട്രിക് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് അതിലേക്കൊന്നും പോയതേ ഇല്ല മനസ്സ്? ഞാനത് എൻ്റെ ബാംഗ്ലൂരിലെ കസിന് അതുണ്ട്. പുള്ളിയും 700 ആയിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറി. പക്ഷേ ഇലക്ട്രിക്കിലേക്ക് പോകാത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പാർക്കിംഗ് ഇല്ല, വണ്ടി പുറത്താണ് ഇടുന്നത്. അപ്പോൾ അവിടെ അതില്ല, ആ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് വേറെ സ്ഥലത്ത് ഇത് ചാർജ് ചെയ്ത് ഇടുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇലക്ട്രിക്കിലേക്ക് പോകാൻ. ബട്ട് ഇലക്ട്രിക് എനിക്ക് താല്പര്യമുള്ള ഒരു ഇതായിരുന്നു. അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് അത്? എത്രത്തോളം നമുക്ക് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റും? അഡാസ് ഇന്ത്യൻ റോഡ്സിൽ നല്ലതാണ്. ബിഗ് ലോങ് റൈഡ്, സിറ്റി റൈഡ്സിൽ ഇതിലിപ്പോൾ ഇനി യൂസ് ചെയ്തിട്ടില്ല. ലോങ് ഡ്രൈവിൽ വരുമ്പോൾ ലൈൻ അസിസ്റ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ പറ്റില്ല, എപ്പോഴും അത് അലാറം അടിച്ചുകൊണ്ടിരിക്കും. സോ അത് പഴയ വണ്ടിയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോങ് റണ്ണിൽ തന്നെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിന് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 2000 kilometers ആണ് അവർ ഫസ്റ്റ് സർവീസ് പറയുന്നത്. അതിനുള്ളിൽ ഓടിച്ചിട്ട് നോക്കിയിട്ട് പറയാറുള്ളത്. അതുപോലെ സർവീസിൻ്റെ അടുത്ത് ഇന്ത്യൻ വണ്ടികളുടെ പല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ട്. എന്താ ഇത്രയും കാലം മഹീന്ദ്ര ഓടിച്ചപ്പോൾ എന്താണ് മഹീന്ദ്രയുടെ സർവീസിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക്? സർവീസ് അവർ പറഞ്ഞ ഇതിൽ തന്നെ എല്ലാം നിൽക്കുന്നുണ്ട്, പറഞ്ഞ ടൈമിന്. ഇപ്പോൾ മേ ബി ഓരോ ഡിപ്പെൻഡ്സ്, വെഹിക്കിൾ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു സ്ലോട്ട് കിട്ടാത്തൊരു ചലഞ്ച് മാത്രമേ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും സമയത്തിന് തന്നെ കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ എന്തെങ്കിലും മാറിയതായിട്ടൊന്നും എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞാൽ അടുത്ത ഓഗസ്റ്റ് 15 ഇവരെ അടുത്ത വണ്ടി വരികയാണ്. നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ.
2 ദിവസത്തേക്ക് ബോംബെയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് ടെൻഷൻ ആയിരിക്കും അടുത്തത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ. അതേ സാറിൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഇതിൽ എന്താ വരാൻ ഉള്ളത്. ബിക്കോസ് യു ഹാവ് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ അക്രോസ് ദ വേൾഡ്. അപ്പോൾ അവിടെ പല വണ്ടികളും അല്ലെങ്കിൽ ഇവിടെ തന്നെ പല വണ്ടികളും. അപ്പോൾ ഇതിൽ ഇല്ലാത്ത ഒരു 3 കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞാൽ സാർ എന്ത് ഫീച്ചേഴ്സ് പറയും? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും ഇല്ലാത്തൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മളിപ്പം ബെൻസിന്റെ അല്ലെങ്കിൽ അത്തരം പ്രീമിയം മാനുഫാക്ചേഴ്സിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇപ്പം ഈ മഹീന്ദ്രയിലും ടാറ്റയുടെ ഒക്കെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ എന്നാലും ഒരു ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു സസ്പെൻസ് ആണ്, ഇപ്പോഴും സസ്പെൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ താറിന്റെ ഇലക്ട്രിക്കും ഒക്കെ ആകാം. അവര് നേരത്തെ പറയില്ല. എന്തായാലും ഓഗസ്റ്റ് 15 ഒരു സാധനം പൊട്ടിക്കും, അത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ജയ്സാൽമീറിൽ നിന്ന് ജോധ്പൂർ വരെ ഒരു ഗംഭീര ഡ്രൈവായിരുന്നു ഞാനും ശ്യാമും കൂടി അന്ന് ഇത് ഓടിച്ചത്. നമ്മൾ വളരെ എൻജോയ് ചെയ്തു. ശരിക്കും ഈ ഡാവിഞ്ചി സസ്പെൻഷനൊക്കെ നമ്മൾ നന്നായിട്ട് അന്ന് എൻജോയ് ചെയ്തു. കൂടാതെ ഹാൻഡ്ലിങ് കോർണറിങ് ഒക്കെ പക്കയായിരുന്നു. നമ്മൾ എന്താ പറയുക, റെക്കോർഡ് സമയം കൊണ്ടാണ് നമ്മൾ ജോധ്പൂരേക്ക് ഓടിച്ചെത്തിയത്. അന്ന് നമ്മളിതിൻ്റെ ഫാൻ ആയതാണ്. തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, നല്ലൊരു തീരുമാനമാണ് ഈ ഒരു വാഹനം എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇപ്പം കൃത്യമായിട്ട് പറയാനായിട്ടില്ല, കാരണം ഇപ്പം ഓടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും മോശമാകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പം ഹാപ്പി സേഫ് മോട്ടറിംഗ്. താങ്ക് യു. അപ്പോൾ ഇനിയൊരു ടാറ്റ ടിയാഗോ EV ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. ടാറ്റ ടിയാഗോ ഇവിടെ ഏറ്റവും പുതിയ, ഇപ്പോൾ 2-3 ആഴ്ച മുമ്പ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ആ മോഡലാണ് എടുത്തിരിക്കുന്നത്. നമസ്കാരം. യെസ് സർ. പേര്? ഗുഡ് മോർണിംഗ്. അനീഷ്. എന്ത് അനീഷ്? ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിലാണ് സർ. ഇവിടെ തന്നെ എറണാകുളം റീജിയണൽ ഓഫീസിലാണ്. ഈ ബാങ്ക് ഓഫ് ബറോഡയാണ് നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും കാണുന്ന ഒരു ഇന്ത്യൻ ബാങ്ക്. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഒരു നാഷണലൈസ് ബാങ്ക്, നാഷണലൈസും പ്രൈവറ്റിലും ബാങ്ക് ഓഫ് ബറോഡ തന്നെയാണ്. അപ്പോൾ ഈ വെളിയിലേക്കൊക്കെ ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അത് ഹയർ അപ്സിന് ആണുള്ളത്. സ്കെയിൽ 3, സ്കെയിൽ 4 ആ റേഞ്ചിലാണ് ഉള്ളത്. സീനിയർ മാനേജറിന് മേളിലോട്ടുള്ളവർക്കാണ് കൂടുതലും വരുന്നത്. ശരി, എങ്കിലും ഇന്ത്യയിൽ പല സ്ഥലത്തേക്കും വരാം അല്ലേ? എല്ലായിടത്തേക്കും. അതെ അതെ, ഓൾ ഓവർ ഇന്ത്യയാണ് നമ്മുടെ ട്രാൻസ്ഫർ പോളിസി വരുന്നത്. അതിന് സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എബ്രോഡ് ഗ്ലോബൽ. ശരി, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ തന്നെയാണോ കൊച്ചി? ബേസിക്കലി ഞാൻ കൊല്ലമാണ്, പക്ഷെ ബോർഡ് ആൻഡ് ബ്രോട്ടപ്പ് കൊച്ചിനാണ്. പഠിച്ചതൊക്കെ ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി സംബന്ധമായിട്ടും ഇവിടെ തന്നെയാണ്. ഇപ്പം കുറച്ചാൾ കോയമ്പത്തൂർ, ചെന്നൈ ആയിരുന്നു. അവിടുന്ന് ഇപ്പം റീസെൻ്റ്ലി ഒരു 4 months ബാക്കാണ് ഇത് കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്, ഞാൻ സെയിൽസ് ഹെഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രാവലിംഗ് കമ്പാനിയന് വേണ്ടിയിട്ട് ഒരു EV സെഗ്മെൻറ്റ് വേണം. ജീവിതത്തിൽ ആദ്യത്തെ EV ആണ്. ജീവിതത്തിൽ ആദ്യത്തെ EV ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഹോണ്ട സിറ്റി ആണ്. ഹോണ്ട സിറ്റി 2013 മോഡൽ ഹോണ്ട സിറ്റി ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പോഴും ആ വണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനൊരു പേഴ്സണൽ ഇതും കൂടിയുണ്ട്. ബിക്കോസ് ഫാദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് ഒരു ബർത്ത്ഡേക്ക്. അതായത് 13 years കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാനായിട്ട് സ്വന്തമായിട്ട് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന വണ്ടി. ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തല്ലേ. അപ്പം EV എന്ന് പറയുമ്പോൾ ഇപ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ആരാണ് ഇപ്പം ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ അതോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട്? ഇല്ല സാർ, ആക്ച്വലി എനിക്കിത് ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി. ബിക്കോസ് നമ്മളൊരു സെഗ്മെൻറ്റ്, ഞാൻ ഇതുവരെ പെട്രോൾ കാർ യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. സോ എനിക്ക് EV ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അത് യൂസ്ഡ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹയർ എൻഡിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തൊരു വണ്ടിയാണ്. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് യൂസ് ചെയ്യണം ഫസ്റ്റ് ടൈം. ബിക്കോസ് EV ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ റിവ്യൂ പറഞ്ഞത് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിന് റീസെയിൽ വാല്യൂ ഇല്ല EVക്ക്. സോ ബെസ്റ്റ് നമ്മളൊന്ന് ഫസ്റ്റ് അൺലെസ് ആൻഡ് അൺടിൽ വി ടച്ച് നമുക്ക് ആ ഒരു ടേസ്റ്റ് അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ വിൽ ഗോ ഒരു ഫർദർ എൻഹാൻസ്മെന്റിന് പോകാന്നുള്ള രീതിയിലാണ് എൻ്റെ പ്ലാൻ. ഇപ്പം പിന്നെ എല്ലാം എന്താ പറയുക, ഫിനാൻഷ്യലി നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംശയം, ഈ ബാങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പെട്രോളിന് പൈസ തരും എന്നുള്ള കാര്യം. പക്ഷേ ഇതിനപ്പോൾ എന്ത് ചെയ്യും? സാർ, പെട്രോളിന് പൈസ തരും. ബട്ട് ഇപ്പം ബാങ്ക് തന്നെ നേരെ തിരിച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EV സെഗ്മെന്റിന് 1% നമ്മൾ കുറയുകയാണ് ചെയ്യുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ ഇപ്പം കസ്റ്റമർ സൈഡിൽ നിന്നാണെങ്കിലും നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EV സെഗ്മെന്റിന് നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് നോർമൽ 7 years ആയിരുന്നു, ഇതിന് 8 years വരെ കൊടുക്കും. ഇപ്പം ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിലും 8 years വരെ നമുക്ക് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഈ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഈ നമുക്ക് ട്രാൻസ്ഫർ പോളിസീസ് ഉണ്ട്. സോ നമ്മൾ ഇത് ചാർജിങ് സ്റ്റേഷൻ ചിലപ്പോൾ അപ്പാർട്ട്മെന്റിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിനൊരു പ്രായോഗിക ബുദ്ധിമുട്ട് വരുന്നത്. പെട്രോൾ അലവൻസ് എങ്ങനെയാണ് ബാങ്ക് ചെയ്യുന്നത്? കാരണം പെട്രോൾ അല്ലല്ലോ ഇതിൽ. അല്ല, പെട്രോൾ അലവൻസ് അത്
ഫിക്സഡ് ആയിട്ട് എന്തെങ്കിലും അത് നമുക്ക് ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി ചെയ്തിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി വെറീഡ് ആയിട്ടില്ല. ഇപ്പൊ ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സ്വന്തം വീട്ടിലായതുകൊണ്ടാണ് എനിക്കിപ്പം ഈ പറഞ്ഞ EV എടുക്കാൻ പറ്റിയത്. പിന്നെ ബാക്കിയുള്ള ഫ്യൂവലിന്റെ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയൊരു EV-യിലേക്ക് പോകുമ്പോൾ പലരും പഞ്ചിലേക്കാണ് പോകുന്നത്. കാരണം കൂടുതൽ സീറ്റ് ഹൈറ്റ് ഉള്ള ഞാൻ പഞ്ച് നല്ലൊരു വണ്ടിയാണ്, ഓഫ് കോഴ്സ് നല്ലൊരു വണ്ടിയാണ്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ചെറിയ വണ്ടിയായിരുന്നു. ഇത് വൈഫിന് വേണ്ടിയിട്ടാണ് എക്സ്ക്ലൂസീവ്ലി എടുത്തേക്കുന്നത്. അപ്പം വൈഫിനെ സംബന്ധിച്ചിടത്തോളം പഞ്ച് ഭയങ്കര ഒരു ബൾക്കി പോലെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EV-യിലോട്ട് പോയി. പിന്നെ എനിക്ക് ഈ പഞ്ചിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ SUV ആണ്. ബട്ട് എനിക്ക് അത്ര ഒരു കോസ്റ്റ്ലി, ഇപ്പം ഒരു ചിലപ്പോൾ ഒരു 1.5 ഒരു 2 lakhs കൂടി അഡീഷണൽ കൊടുത്താൽ ചിലപ്പോൾ പഞ്ച് കിട്ടും. ബട്ട് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു നിരാശയുള്ളൂ ഈ കേസിൽ. പഞ്ചിന് 2 lakhs അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. പിന്നെ ടിയാഗോ ആണ് എനിക്ക് ഒരു കോമ്പാക്ട് കാർ എന്നുള്ള രീതിയിൽ ടിയാഗോ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പുതുതായിട്ട് ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് ഓട്ടോമാറ്റിക്കും മറ്റൊന്ന് EV-യും. എങ്ങനെയുണ്ട് അത്? സാർ വളരെ ഹാസിൽ ഫ്രീ ആണ്, വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എല്ലാം കൊണ്ടും വേർത്ത്. ഞാനിപ്പം 3ാമത്തെ ദിവസമാണ് ഇന്ന്. പക്ഷെ നല്ല വേർത്താണ് വണ്ടി, അത്യാവശ്യം നല്ല വേർത്താണ്, വളരെ കംഫർട്ടബിൾ ആണ്. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതുവരെ. റേഞ്ച് ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ചാർജ് ചെയ്തത്. നമുക്ക് അതും ഈസി ഗോ എന്ന് പറയുന്ന ഇതായിരുന്നു ചാർജിങ് ചെയ്തത്. വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമ്മളെ അവരെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു, ബിക്കോസ് ഫസ്റ്റ് ടൈം ആണല്ലോ. അവരെ വിളിച്ചു. ഓൺ ദ ഫോണിൽ തന്നെ അവരിരുന്നു. നിയറസ്റ്റ് നമ്മുടെ സെൻട്രൽ സ്ക്വയറിലായിരുന്നു. സെൻട്രൽ സ്ക്വയറിൽ നിന്ന് അപ്പോൾ തന്നെ ചാർജ് ചെയ്തു നമ്മൾ യൂസ് ചെയ്യാം. ഫുൾ ചാർജിൽ എത്ര കാണിച്ചു? ഫുൾ ചാർജ് ആക്ച്വലി ഫുൾ ചാർജ് അല്ല, ഞാൻ 85% ചാർജ് ചെയ്തോളൂ. ഫുൾ 85% ചാർജ് ചെയ്തപ്പം 173 ആണ് കാണിച്ചത്. നെക്സ്റ്റ് ഇതായിട്ട് കാണിച്ചത്. അപ്പോൾ ഒരു 220 ഒക്കെ കിട്ടാനുള്ള സാധ്യതയാണ്. 220 ബിക്കോസ് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടുമ്പം ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് ഓടി, 40 കിലോമീറ്റേഴ്സ് ഓടിയിരുന്നു. അന്നേരം ആവറേജ് ഒരു 190 ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. 190 പ്രതീക്ഷിക്കുന്നുള്ളൂ. ബിക്കോസ് അന്നേരം ഈ പറഞ്ഞ 40% ഓടിച്ചിട്ട് അല്ല സോറി 80% അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോഴും 171 ആ റേഞ്ച് കാണിച്ചു. ഒരു ആവറേജ് ഒരു 190 ഞാൻ പ്രതീക്ഷിക്കുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ മോർ ദാൻ സഫിഷ്യൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടൗണിലുള്ള ഓട്ടോ ഉള്ളൂ. ബിക്കോസ് എനിക്ക് ലോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പഴയ വണ്ടിയുണ്ട്. എങ്ങനെ ഈ ഒരു പെട്രോൾ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഇതിന് ശബ്ദമില്ലായ്മയും ഒക്കെ പോസിറ്റീവ്? അതെ പോസിറ്റീവായിട്ട്. ബിക്കോസ് എന്താ കാര്യം, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആണോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അത് ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം വളരെ നല്ല ഒരു ഡിസിഷനായിട്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ് എല്ലാം ഇതിനകത്ത് കയറി. അവരെല്ലാം വളരെ ഇൻറ്റീരിയർ. പിന്നെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ആക്ച്വലി. ഡ്രോബാക്സ് വന്ന് മാറ്റിൽ നമ്മുടെ മാറ്റ് പകുതിയേ ഉള്ളൂ. സോ മഡെല്ലാം അകത്ത് തന്നെ കിടക്കും. ബാക്കി വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. ഈ റീസെയിൽ വാല്യൂവിനെ പറ്റി ആശങ്കയില്ല? റീസെയിൽ വാല്യൂവിനെ പറ്റി ഇപ്പോൾ ആശങ്കയില്ല. ബിക്കോസ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 15 years അവർ വാറണ്ടി തരുന്നുണ്ട്, ബാറ്ററി വാറണ്ടി തരുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടില്ല. പിന്നെ മാക്സിമം യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാം. എത്രയായി ഓൺ റോഡ് എല്ലാം കൂടി 10.7. ഹോണ്ട സിറ്റിയുടെ ഒരു ഫസ്റ്റ് വേരിയന്റിന്റെ ഒക്കെ വിലയുണ്ട്. അതെ. ഹോണ്ട സിറ്റി ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ 13 years ബാക്ക് ഹോണ്ട സിറ്റി എടുത്തപ്പോഴും 10 lakhs. പക്ഷെ അതിന്റെ റീസെയിൽ വാല്യൂ കാര്യമായി കിട്ടും. അതെ. ഇപ്പോഴും എന്നോട് ആ വണ്ടി പലരും ചോദിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, അത് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ വണ്ടിയോട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ല ഡിസിഷനാണ്. കാരണം നമ്മളിത് കാര്യമായ രീതിയിൽ ഓടിച്ചു, നമ്മൾ ടെസ്റ്റ് ഡ്രൈവും ചെയ്ത്, കൂടാതെ ഇപ്പോൾ അതിരപ്പള്ളി വരെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വന്നതാണ്. ടാറ്റയുടെയും മഹീന്ദ്രയുടെയും ഓരോ പുതിയ വണ്ടികൾ വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുണ്ടായി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കൂടുതൽ എന്താണ് കുറേ കാലം ഓടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഫീഡ്ബാക്ക് ആകാം. താങ്ക് യു വൈശ്, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു നിസാൻ മാഗ്നൈറ്റിൻ്റെ ഓണറിനെയാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല സ്ത്രീ സുഹൃത്തുക്കൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത വണ്ടി ഇതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ CVT നല്ല രസമാണ് ഓടിക്കാൻ. തന്നെ ഈ വിലയ്ക്ക് CVT ട്രാൻസ്മിഷൻ കിട്ടുന്നത് വളരെ അപൂർവമാണെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു CVT ട്രാൻസ്മിഷനുള്ള ചെറിയ SUV ആണെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നൈറ്റ് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഹായ്, പേര്? സാഹിൽ. എന്ത് ചെയ്തു സാഹിൽ?
ഞാൻ ആർട്ടിസ്റ്റാണ്, ആ. ഡ്രമ്മറാണ്. ആ ഒരു ഈവൻസ് ഉണ്ട്, ആ ഫാദറിൻ്റെയാണ് ഈവൻസ്, വോയിസ് ഓഫ് കൊച്ചിൻ എന്നാണ് പേര്. ആ ശരി. അപ്പോൾ ഞാൻ അതിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുക. ഓ അപ്പോൾ ഡ്രം ആണ്. ഡ്രമ്മാണ് മെയിൻ, പിന്നെ DJ, ആ പിന്നെ ബാൻഡ്, മെയിനായിട്ട് ബാൻഡ് ലീഡിങ് തന്നെയാണ്. ആ അതാണ്. അപ്പോൾ ഫാദറിൻ്റെ കൂടെ നിൽക്കുന്നത്, അല്ലാണ്ട് ഫ്രീലാൻസ് ആയിട്ട് വേറെ. ഓ ശരി. അപ്പോൾ ഇവിടുത്തെ തന്നെയാണ് നിങ്ങൾ? നമ്മൾ എറണാകുളം പ്രോപ്പർ എടയാർ എന്ന് പറയും, ഏലൂരപ്പുറ സ്ഥലം. ഓഫീസ് അവിടെ തന്നെയാണ്. ഓ ഓ ഓ. അപ്പോൾ അത് ഈ പറഞ്ഞ മറ്റ് ഗാനമേളകൾക്കൊക്കെയാണോ അതോ സ്വന്തം? ഗാനമേള ഉണ്ട്, മെഗാ ഷോ ഉണ്ട്, സെലിബ്രിറ്റി മെഗാ ഷോസ് ഉണ്ട്. ഈ വിധു പ്രതാപ്, അങ്ങനെയുള്ള മധുബാലകൃഷ്ണൻ, ഒത്തിരി പേരിനെ വെച്ചിട്ട് ഷോസ് ചെയ്യുന്നുണ്ട്. ഫാദർ ഒരു ഓൾമോസ്റ്റ് ഒരു 2002 മുമ്പ് തുടങ്ങി നമ്മുടെ ഈവൻസ് ഉണ്ട് നിലവിൽ. ഇവിടെ ഉണ്ട്, അബ്രോഡായിട്ട് ഷോസും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസും വരുന്നുണ്ട് പുറത്തേക്ക്. ഓ ഓ. അപ്പോൾ ഏതായാലും ഡ്രമ്മറിനെ കിട്ടിയ സ്ഥിതിക്ക് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ ഡ്രമ്മിൻ്റെ ഒക്കെ അവസ്ഥകൾ മാറി വരുന്നത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന സാധനത്ത് ഇപ്പം അതേ ശബ്ദങ്ങളൊക്കെ തന്നെ കീബോർഡിൽ വരും അല്ലേ? പിന്നെ പിന്നെ അപ്പോൾ അതാണ്, അത് ശരിക്കും പറഞ്ഞാൽ വളരെ മോശം കാര്യമല്ലേ? മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല ആർട്ടിസ്റ്റുകളെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല. ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊതുവെ എല്ലാവരും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് ഇപ്പം സാധാരണ നമ്മൾ ജാസ് ഒക്കെ അടിക്കുമ്പോൾ അത് പെർഫെക്ഷൻ ഇത് കിട്ടുമോ? അത് പ്രൊഡക്ഷൻ എന്നാണ് മെയിൻലി പറയണതില്ല. അപ്പൊ ഡ്രം മേസിന്റെ ആവശ്യമില്ല. നല്ല 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 കഴിവുള്ള മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അത് ഒറിജിനൽ ഡ്രം വെച്ച് തന്നെ മാക്സിമം ചെയ്യാൻ. പക്ഷെ ഇവര് പൈസ ഇതാക്കാനും അങ്ങനെ ഞാൻ ആരെയും കുറ്റം പറയണല്ല, എളുപ്പത്തിന് വേണ്ടി. ഇപ്പൊ AI ആണെങ്കിലും ഉണ്ടല്ലോ, അപ്പൊ അവര് മേല് തന്നെ കണ്ട് പണിയെടുക്കാണ്ട് ഈ പറഞ്ഞ AI ചെയ്യാല്ല. അപ്പൊ ഞാനിപ്പോ ഞാൻ കുറച്ചു കാലം തബലയൊക്കെ പഠിച്ചു. അപ്പൊ അത് കാരണം നമ്മൾ ഈ എപ്പോഴും നമുക്ക് അത്രയും സാധനങ്ങളാണ് താല്പര്യം. അപ്പോൾ നമ്മൾ ഈ മറ്റേ ഓട്ടോമൊബൈൽ പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും ഈ ഡിന്നർ പരിപാടിയിൽ പലപ്പോഴും മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് പ്ലേ ചെയ്യും. അപ്പോഴാണ് നമ്മളൊരു തടിപ്പെട്ടിക്ക് മുകളിൽ ഇവരുന്ന് അടിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഏതോ തടിപ്പെട്ടി വെറുതെ ഉണ്ടെന്ന് വെച്ചിരുന്നത്. ഇപ്പോഴാണ് എൻ്റെ ബ്രദറിലോ എനിക്കൊരു ക്ലാബ് ബോക്സ് എന്ന് പറയുന്നത് തന്നപ്പോഴാണ് അതും ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മള് ചെറിയ ജാമിങ് ലൈവ് സെക്ഷൻ ഒക്കെ വരുമ്പോ അത് മതി. അത്യാവശ്യം നല്ല ടോണും ആണ്. അതെ, അതിന്റെ സൈഡിലൊക്കെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളപ്പോ ധാരാളം യാത്രകളുണ്ടോ? ഒത്തിരി യാത്രകളുണ്ട്. ഇതിന് ഞങ്ങളുടെ വീട്ടില് വേറെ 2 XUV വണ്ടികളുണ്ട്. സൈലോയും ഉണ്ട്, ഒരു നമ്മുടെ XUV 500 ഉണ്ട്. അത് ഫാദർ തന്നെ എടുത്താണ്, ഫാദറിന്റെ ഒരു ഇഷ്ടത്തിന് എടുത്താണ്. 2 വണ്ടിയും മാനുവലാണ്. മെയിനായിട്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് മാറാൻ കാരണം തന്നെ എനിക്കിപ്പോഴത്തെ ഒരു ട്രാഫിക് ഒട്ടും പറ്റില്ല. നമ്മുടെ പകുതി ലൈഫിലുള്ള ഒരു എന്താണ്, ഒരു രാവിലെ ഇറങ്ങിയിട്ട് നമ്മളവിടെ എത്തുന്ന വരെയുള്ള ഒരു നമ്മുടെ ഒരു ഉഷാറുണ്ടല്ലോ, അത് പകുതി പോയി കിട്ടും ഇപ്പോഴത്തെ ഒരു ട്രാഫിക്കിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, കാരണം അത് നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വെഹിക്കിൾ നമ്മൾക്ക് എടുത്തുകൂടാ എന്ന് ചിന്തിച്ചപ്പോ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബ്രസ് നോക്കിയായിരുന്നു, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ താർ, അങ്ങനെ കുറെ വണ്ടികൾ പോയി നോക്കിയായിരുന്നു. ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഏജ് ആയിട്ടില്ല, ഞാൻ 24 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിൽ എനിക്ക് അടച്ചു പോകാനും പിന്നെ എനിക്ക് കൊണ്ടുനടക്കാനും, പിന്നെ മെയിനായിട്ട് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യണ സീറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ 2-3 വണ്ടികളിൽ നോക്കിയത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കണ്ടില്ല. അപ്പൊ എൻ്റെ ഡ്രംസ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബാക്കിൽ വെക്കാൻ വേണം. അപ്പൊ അറ്റ് എ ടൈം ഒരു 3 പേർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി എളുപ്പത്തിന് നോക്കിയപ്പോ ഈ വണ്ടി ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം ഞാൻ ജസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടില്ല, കഴിഞ്ഞ 2025 ഒക്ടോബറിലാണ് എടുത്ത വണ്ടി. അപ്പൊ ഇത് AMG ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ CVT ആണ് ഏറ്റവും രസം ഓടിക്കാൻ. CVT പോവാണ്ടിരുന്നത്, വണ്ടി നല്ല പവറാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എല്ലാ വണ്ടിയും മാറി ഓടിച്ചു, മാനുവൽ ഓടിച്ച് CVT ഓടിച്ച്. എനിക്ക് CVT നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ ഫാദറിന്റെ ആയിട്ട് പോയി കണ്ടപ്പോ CVT എടുക്കാന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അപ്പോ മൈലേജിന്റെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ അവര് നോർമലി പറഞ്ഞപ്പോ അവര് പറഞ്ഞ് AMTക്ക് മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഞാനൊന്ന് ഓടിച്ചു നോക്കാം. എനിക്ക് വണ്ടി ആദ്യം കൊണ്ടുവന്ന് AMT ഓടിക്കാൻ തന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ എല്ലാം കൂടും പോയി, കാരണം നമ്മള് ഗിയർ ലാഗ് ശരിക്കും അറിയാം. അപ്പൊ അവരത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ നോക്കി, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ട്. പിന്നെ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ച്, നമുക്ക് ശരിക്കും നമ്മുടെ സമയത്തിന്റെ ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം നമുക്ക് ആ റോഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യാത്രാ സുഖം ഓക്കെയാണ്, നല്ല നല്ല കംഫർട്ടബിൾ ആണ് വണ്ടിയിൽ യാത്ര ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ ആണെങ്കിലും പാരൻസിനെയും കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ ഫാമിലീസിലുള്ള എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉള്ളവരാണ്.
അപ്പൊ അങ്കിളിനെയൊക്കെ കയറ്റിയിരുത്തിയപ്പോ അങ്കിളിന് ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സീറ്റും കാര്യങ്ങളും എല്ലാം വേറെ അപ്ഗ്രേഡ് ആയിട്ട് കമ്പനിയിൽ തന്നെ ചെയ്തായിരുന്നു. അതുകൊണ്ട് നല്ല ട്രാവലിംഗ് ഓക്കെയാണ്, നല്ല വണ്ടി. അപ്പൊ AMD പറ്റിയുള്ള ആശങ്ക ഇത് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആശങ്ക തുടരുന്നുണ്ടോ, അതോ അതുമായിട്ട് ജെല്ലായോ? ചില സമയങ്ങളിൽ നമ്മള് അത് നമ്മുടെ ചിന്തയുടെയാണ്. ശരിയാണ്, നമ്മള് പൊളിച്ചോടിക്കാണ്ടിരുന്നത്, അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. നമ്മളീ ടൈമിന്റെ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇച്ചിരി ബാലൻസ്ഡ് ആയിട്ട് ഇറങ്ങി ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ പോലെ മൈലേജ് ആണെങ്കിലും കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. സിറ്റിയിലൊക്കെ മൈലേജ്, സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഒരു 12 അത്രയും 12 ഇല്ല, അത്രയും പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും പക്ഷെ ലോങ് നല്ല മൈലേജ് കാണുന്നുണ്ട്. 24-23 ആ റേഞ്ച് വരെ കിട്ടിയായിരുന്നു എനിക്ക്. ഞാൻ കോയമ്പത്തൂർ റൂട്ടൊക്കെ പോയപ്പം അത്യാവശ്യം നല്ല മൈലേജ് വണ്ടിക്ക്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ട്രാവലിംഗിന്റെ ഫീച്ചർ തന്നെയാണ്. നമുക്ക് യാത്ര സുഖം നല്ല ഉണ്ടല്ലേ? സസ്പെൻഷൻ ഒക്കെ കൊള്ളാം, സസ്പെൻഷൻ ഓക്കെയാണ്. എന്താണ് ഒരു കുറവായിട്ട് ഇപ്പൊ ഈ AMG ഒഴിച്ചു നിർത്തിയാൽ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ആകാമായിരുന്നു തോന്നി എന്തെങ്കിലും ഉണ്ടോ? ഗിയർ ലാഗ് തന്നെയാണ്. അല്ല, AMG ഒഴിച്ചു നിർത്തിയാൽ ഞാൻ ചോദിച്ചു, അത് ഒഴിച്ചു നിർത്തിയാൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടോ? വേറെ എനിക്കങ്ങനെ അല്ല തോന്നിയിട്ടില്ലെങ്കിൽ ഓക്കെ, അത് അങ്ങനെ പോരായ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരും. അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് പുതിയൊരു വെഹിക്കിൾ എടുക്കുന്നത്. ബാക്കിയൊക്കെ ഫാദറിന്റെ തന്നെയാണ് XUV. ഞാൻ ബാക്കിയുള്ള ടൈമിൽ XUV ഓടിക്കാറ്. രണ്ടും ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് വളരെ കോമ്പാക്ട് ആണ്, കുറച്ചുകൂടി രസമല്ലേ? പിന്നെ നമുക്ക് സിറ്റി യൂസിനും ഈ പറഞ്ഞ പോലെ ചിലവര് പറയും സിറ്റി യൂസിനും ഒക്കെയാണ്, ലോങ്ങിന് പറ്റൂല AMT എന്നാണ്. പക്ഷെ ഓക്കെയാണ്, നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസ് നിലവിൽ ഇതുവരെ എനിക്കൊന്നും ആയിട്ടില്ല, എടുത്തിട്ട് ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നോക്കി കൊണ്ടുനടക്കണോണ്ട് കുഴപ്പമില്ല. ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ പൈസ ഒക്കെ പോട്ടെ, അതൊന്നും കണക്കാക്കണം. ഏത് വണ്ടിയാണ് മനസ്സിൽ? ഇനി EV എടുക്കുള്ളൂ. കാരണം വീട്ടില് കുറച്ചായിട്ടുള്ളൂ, സോളാറിന്റെ കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ നമ്മള് മാറി ചിന്തിക്കണം, എന്നാലാണ് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ. മനസ്സിൽ ഉടക്കിയ ഒരു EV ഏതാ? ഉടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ അല്ല, അതാ പറഞ്ഞത്, പൈസ നോക്കണ്ട, ഇഷ്ടപ്പെട്ടത്. ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിയാൻ വേണ്ടി ഞാനത് ചോദിച്ചത്. എനിക്ക് ബെൻസ് കാറ്റഗറിയിലുള്ള, കാരണം അതിന്റെ ഒരു ലക്ഷറി ഇതും എല്ലാം വെച്ച് നോക്കുമ്പോ നമ്മളെ കൊണ്ട് ആവൂല, പക്ഷെ ഒരു ടൈമിൽ നമുക്ക് ദൈവം ഗ്രഹിച്ചാൽ എടുക്കാൻ പറ്റും. ഈ മഹീന്ദ്രയുടെ EV-കൾ ശ്രദ്ധിക്കാം. മഹീന്ദ്രയുടെ EV അതെ, നല്ല EV ആണല്ലോ. ഓക്കെ, എന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഈ അടുത്ത് മഹീന്ദ്രയുടെ ഒരു EV എടുത്താണ്. ഞാൻ വണ്ടി കണ്ടായിരുന്നു, നല്ല ലക്ഷറിയാണ്, വണ്ടി കാണാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിസാൻ മാഗ്നയുടെ കാര്യത്തിൽ ആകെ ഒരു കുഴപ്പം, ഒരു കുറേ കാലമായിട്ട് ഇതേ രൂപത്തിൽ കൊണ്ടുനടക്കുകയാണെന്നുള്ളതാണ്, വലിയ മാറ്റമൊന്നും വരുത്താതെ. പക്ഷേ എന്താണ് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഇതാണ് നിസാൻ്റെ. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പം ടെക്ട്രോണൊക്കെ വന്നെങ്കിലും ഇതാണ് ഏറ്റവും അധികം വിൽക്കുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ CVT എടുക്കുക. AMG എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് ഓടിക്കുന്നതെങ്കിൽ AMG നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റ് ഓട്ടോമാറ്റിക്കുകൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ AMGയിലേക്ക് വരുമ്പോൾ ആ ലാഗ് തീർച്ചയായിട്ടും അനുഭവപ്പെടും. പക്ഷേ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈലേജ് തരാൻ പോകുന്നതും AMG തന്നെയാണ്. അപ്പോൾ AMG മോശമല്ല, ഈ പറഞ്ഞതൊന്ന് സൂക്ഷിച്ച് ഓടിക്കണം. പിന്നെ നമ്മളെപ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കയറി പോകുന്നതാണ്, കൂടുതൽ ഔട്ട് ചെയ്യുമ്പോൾ പരിങ്ങുള്ളൂ. മാനുവലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. എനിക്കറിയില്ലായിരുന്നു ആദ്യം. അപ്പൊ ഞാൻ കമ്പനിയോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൊരു 5th ഗിയറിൽ പോയിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സെക്കൻഡിലോട്ട് പോകും. അതെന്നോട് ഓൾറെഡി ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ മാനുവലിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഓക്കെയാണ്. മാനുവലും ഇല്ലാത്തൊരു വണ്ടിയാണ് മറ്റേ നമ്മുടെ റെനോ ക്വിഡ്. മാനുവലും ഇല്ല, അതിന് തോന്നുന്ന പോകുന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഹൈ റേഞ്ച് ഒക്കെ കൊണ്ടുപോകുമ്പോ ഓക്കെയാണ്. മാനുവലിൽ ഇടുമ്പോ നമുക്ക് അത്യാവശ്യം കയറി പോവാൻ ആള് എടുക്കണാണ്. അപ്പൊ എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് ഡ്രം വായിക്കുന്ന ഒരു ഷോ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ആദരവുള്ള കക്ഷികളാണ് ഈ മ്യൂസീഷ്യൻസ്, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവർ. കാരണം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. പണ്ട് കുറച്ചു കാലമൊക്കെ തവല ഓടിച്ച് കുറച്ചു കാലം ജാസ് ഓടിക്കാൻ പോയി. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാൻഡിലോട്ട് ഒരു വൺ ഡേ വരണം എന്ന് പറയുന്നത്. നമുക്ക് എറണാകുളം ലൊക്കേറ്റ് ചെയ്ത് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ബാൻഡിന്റെ വോയിസ് ഓഫ് കൊച്ചിൻ എന്നാണ് ബാൻഡിന്റെ പേര്. അത് കേട്ടിട്ടുണ്ട്, വോയിസ് ഓഫ് കൊച്ചിൻ. യെസ്, അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ, ബെൻസിന്റെ EV-യിലേക്ക് എത്തട്ടെ. അതെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കാറിൻ്റെ വിവരങ്ങൾ കേൾക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ സാമ്പത്തിക കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് അത് അനുയോജ്യമാണോ എന്ന്
വിലയിരുത്തി ആവശ്യമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 27, അതായത് ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനും നിക്ഷേപം ആരംഭിക്കാനുമുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം.